ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വബഅദ്. ബഹുമാനികളെ, ബഹ്റൈനിലെ റമദാൻ്റെ 8ാമത്തെ ദിവസം, ഏഷ്യ ബഹ്റൈൻ്റെ ദൗത്യത്തിൻ്റെ 8ാം ദിവസം, ഏഷ്യ ബഹ്റൈൻ്റെ പ്രേക്ഷകർക്ക് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവാചക ചിന്ത. കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണമാവും, അധപ്പതനത്തിന് കാരണമാവും. അതിൽ 2ാമത്തെ വിഷയം ഹവം മുത്തബ. ഒരു മെഷറിംഗ് പോയിൻറ്റുമില്ലാതെ മനസ്സുപോയ രീതിയിൽ ജീവിക്കുക, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അധപ്പതനത്തിന് കാരണമാവും. ജീവിതത്തിൽ ഒരു മെഷറിംഗ് പോയിൻ്റ് ഉണ്ടാവണം. അതായത് ഉദാഹരണത്തിന്, ഒരു കുട്ടി അമ്മ എന്തു പറയുന്നു, അച്ഛൻ എന്തു പറയുന്നു, അത് വിഷയമല്ല. അവൻ തോന്നുന്ന സ്ഥലത്തേക്ക് പോവും, അത് അധപ്പതനങ്ങൾക്ക് കാരണമാവും. അല്ലെങ്കിൽ ഒരു വിശ്വാസി തന്നെ, അവനിക്ക് ഒരു മെഷറിംഗ് പോയിൻ്റ് ഇല്ല, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊരു മെഷറിംഗ് പോയിൻ്റ് ഇല്ലാത്ത ജീവിതത്തിൽ ഒരു ദിവസം പള്ളിയിൽ പോവും, ഒരു ദിവസം അതല്ലാത്ത സ്ഥലങ്ങളിൽ പോവും. ഇത് അപകടമാണ്. പ്രത്യേകിച്ചും നമ്മളെ കുട്ടികൾക്ക് ജീവിതത്തിൽ അവനിക്ക് ഒരു ചിട്ട, അവൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു തീരുമാനമില്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്നുള്ള ഒരു തീരുമാനം അവനിക്കുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവൻ അതുപോലത്തെ ഗ്യാങ്ങുകളിൽ പെട്ടാലും അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഹി വിൽ ടേൺ അവേ. അതർവൈസ് മനസ്സുപോയ സ്ഥലത്തേക്കെല്ലാം പോകുക എന്നുള്ളത് മനുഷ്യന് അധപ്പതൻ. ആരായിരുന്നാലും ശരി, ജാതി മതഭേദമന്യേ ഒരു മനുഷ്യൻ അവനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാതെ ജീവിച്ചാൽ, എവിടെയാണോ മനസ്സ് തോന്നുന്നത്, മനസ്സ് എന്ന് പറയുന്നത്, ഹൃദയമെന്ന് പറയുന്നത്, രണ്ടും വലത്തുവശത്തും ഇടത്തുവശത്തും പോകാൻ കഴിവുള്ളതാണ്. അതിന് അറിവ് കൊണ്ടും തീരുമാനം കൊണ്ടും ജീവിത ലക്ഷ്യം കൊണ്ടും അവൻ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മനസ്സ് പോകുന്നത് പോലെ പോകുന്ന അവസ്ഥ ഹവം മുത്തബ. മനസ്സിൽ തോന്നിയത് ചെയ്യും, മനസ്സിൽ തോന്നിയത് പ്രവർത്തിക്കും. അവിടെ ഒരു മെഷറിംഗ് പോയിൻ്റ് ഇല്ലാതാവുന്നത് ഒരു മനുഷ്യൻ്റെ അധപ്പതനത്തിന് കാരണമാവും. അത് തന്നെയാണ് ഈ വാക്കുകൾ കൊണ്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പകർത്തുവാൻ റബ്ബ് തൗഫീഖിനെ തരുമാറാകട്ടെ. റമദാൻ ആശംസകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.